താങ്ക് യു രമേശ്. ഒരു അനസ്തീസിയോളജിസ്റ്റ് സാധാരണ തിയേറ്ററിൽ ആദ്യം വരണം, അവസാനം ഇറങ്ങിപ്പോകണം. അത് തന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം വന്നു, ഒരു മനുഷ്യരും വന്നില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്തു. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും ചെറിയ ചെറിയ ഉടക്കുകൾ ഈ കുട്ടികളുമായിട്ടുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ 1973 ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്തു, അനസ്തീസിയ. 75 ഗ്യാസ്ട്രോ എൻട്രോളജി തിയേറ്റർ തുടങ്ങി, സർജിക്കൽ ഗ്യാസ്ട്രോ. അത് റൂം നമ്പർ 4, തിയേറ്റർ റൂം നമ്പർ 4, ചിലരൊക്കെ ഓർക്കും. 4 തിങ്കൾ 3 ദിവസങ്ങളായിട്ട് 3 പേർക്ക് കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച സാമ്പച്ചിക സാർ വരും, വ്യാഴാഴ്ചയും അദ്ദേഹം വരും, ചൊവ്വാഴ്ച അടുത്തൊരു പാർട്ടിയാണ് PK വാര്യർ സാറും ശിഷ്യന്മാരും, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. ബുധനും ശനിയുമാണ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിന് കൊടുത്തിരുന്നത്. ഈ 3 ഡിവിഷനുകളിൽ ഈ 2 ദിവസം ബുധനും ശനിയും മിക്കവാറും ബുധനാഴ്ച നമ്മൾ അവിടെ തുടങ്ങിയാൽ അടുത്ത ദിവസം വ്യാഴാഴ്ച സാമ്പത്തിക സാറിന് കണ്ടിന്യൂ ചെയ്യും. ശനിയാഴ്ച ഒരു അനസ്തീസിയോളജിസ്റ്റിനെയും എനിക്ക് കിട്ടത്തില്ല അവിടെ നിർത്താൻ. കാരണം ഒരാൾ എൻ്റെ അടുത്ത് അന്ന് ചോദിച്ചു, "ഓലറ്റ് സാറേ, ഈ ശനിയാഴ്ച തുടങ്ങിയ ഞായറാഴ്ച വീട്ടിൽ പോണ്ടേ?" അതായിരുന്നു നമ്മുടെ സ്ഥിതി. അന്ന് ഈ ഇടത് കൈയുടെ പൾസും നോട്ടവും വലത് കൈയിൽ ബാഗും അല്ലാതെ ഒന്നുമില്ല. കാലിൻ്റെ ഇടയിൽ വെച്ചായിരിക്കും ബാഗ് നിൽക്കുന്നത്, കാരണം BP നോക്കണമെങ്കിൽ. അതായിരുന്നു നമ്മളെ മോണിറ്ററിങ്. ആ സമയത്ത് ഈ പ്രഗത്ഭരായ ഈ സർജൻസ് 47 കൊല്ലം ഞാൻ അവരുടെ ഡെവലപ്മെന്റ്സ് കണ്ടു. 47 കൊല്ലം എന്ന് പറഞ്ഞത് വെറുതെ അല്ല. 98 ഞാൻ റിട്ടയർ ചെയ്തു. വീണ്ടും കാർഡിയോ തൊറാസിക്കൽ അനസ്തീസിയോളജിസ്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്തു. 2021 വരെ ആ തിയേറ്ററിലുണ്ടായി. ഈ കുട്ടികളുടെ എല്ലാ ഡെവലപ്മെന്റ്സും ഞാൻ കണ്ടു. അത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇവരിൽ ആരുമായിട്ടും വലിയ വഴക്കൊന്നും കൂടിയിട്ടില്ല, വഴക്ക് കൂടാതിരുന്നിട്ടുമില്ല. കാരണം നമുക്കറിയാം, ശനിയാഴ്ചത്തെ ദിവസം പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ വേഗോട്ടമി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഹൈലി സെലക്റ്റീവ് വേഗോട്ടമി എന്നൊരു പേരിട്ടു. പോർട്ടോ കേവൽ മാറി ഈനാക്കുച്ചിയോ അങ്ങനെ എന്തോ ഒരു പേര് കൊണ്ടുവരും. ഈ ഇടയ്ക്ക് ചോദിക്കും, ഇവിടെ ഇതെന്തോന്നില്ല ഈനാക്കു. കാലത്തെ രായൻ സാറ് തുടങ്ങും. ഇത് 4, 5:30, 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരിക്കുന്നവരെല്ലാം ഇന്നത്തെറി വിളിക്കും. പല ആളുകൾക്കും വീട്ടിൽ പോകണം, ഞായറാഴ്ച ദൂരെ പോകാനുള്ളവരുണ്ട്. ആ ഡെവലപ്മെന്റ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത്രയും സഹിച്ച് അത്രയും ടൈം എടുത്തതിൻ്റെ ഫലമാണ് ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും. നമ്മൾ അതിൻ്റെ പുറകെ നിന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഉപയോഗിച്ച സമയം, നിങ്ങൾ എത്ര സമയം അതിന് ചിലവാക്കി എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ക്രൗഡും ഈ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ അവരെ കാണിച്ച് ഇന്ന് ചെയ്യുന്ന കാലത്തെ. ഞാൻ ഇന്ന് വൈദ്യുവിൻ്റെ അടുത്ത് പറയായിരുന്നു, സേനാധിപൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, കാലത്ത് എണീറ്റ് നോക്കിയാൽ ആദ്യം കാണുന്ന അദ്ദേഹത്തിൻ്റെ പിക്ചറാണ്. ഏതെങ്കിലും പേപ്പറിലോ ഏതെങ്കിലും വാട്സാപ്പിൻ്റെ ഏത് ഗ്രൂപ്പിലോ അദ്ദേഹത്തിനെ കാണും. ഇതുപോലെ എല്ലാ പ്രോമിനൻ്റ് ആളുകളുടെയും വളർച്ച ഞാൻ കണ്ടു. രാജൻ സാറുമായിട്ടൊന്നും എനിക്ക് വഴക്കൂടാൻ ഒക്കത്തില്ല. കാരണം നിങ്ങൾ പല ആളുകളും ഇതുപോലെ രാജൻ സാറ് ജനിച്ച അതേ റൂമിലാണ് ഞാനും ജന്മമെടുത്തത്. ഒരു കുടുംബത്തിലെ ഒരു റൂമിൽ രാജൻ സാറിൻ്റെ അമ്മ പ്രസവിച്ച അതേ റൂമിൽ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചു. അതുകൊണ്ട് ഉടക്കാനൊക്കത്തില്ല. ബാക്കിയുള്ളവർ ഉടക്കുമ്പോൾ രാജൻ സാർ എൻ്റെ അടുത്ത് വന്ന് പറയും, ആ പയ്യൻ എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയും. എന്തിനാണ്? ടൈമാണ് ഉദ്ദേശം. ശനിയാഴ്ച വെച്ചേക്കുന്ന ഈ അനസ്റ്റമോസിസ് തീരുമ്പോൾ ഞായറാഴ്ചയാകും. അതുകൊണ്ടാണ്. അതിനിടയിൽ രാജൻ സാറിൻ്റെ തമാശകളുണ്ട് ചിലപ്പോൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് സാർ ഈ ഗ്ലൗസും വെച്ചിട്ടുണ്ട്, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ വർക്ക്.
ഇത് കേൾക്കുമ്പോൾ എങ്ങനെയിരിക്കും? അപ്പോൾ ഉടക്കിയ എൻ്റെ സുഹൃത്തുക്കൾ പല ആളുകളും സർജറി പ്രൊഫസർമാരായി. പിന്നെ ഭയങ്കര ഉടക്കുണ്ടായിരുന്ന ചില എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ കൂടെ ഉള്ള കൊളീഗ്സാണ്, ശിഷ്യന്മാരല്ല. കാരണം ഞാൻ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞാണ് MD അനസ്തീസി എടുത്തതും സ്പെഷ്യലൈസ് ചെയ്തതും ഒക്കെ. അത് പിന്നെയാണ് അനസ്തീസിയയിൽ നിങ്ങളുടെ കൂടെ ഇങ്ങനെ വളർന്നു, നിങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ് കണ്ടു. അത് കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം എനിക്ക് തന്നു. ഇവിടെ നിങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തി. സന്തോഷം. നമസ്കാരം.